ഹായ്, നമുക്ക് മാങ്ങ വെച്ച് നല്ലൊരു കൂട്ടാനൊക്കെ തയ്യാറാക്കിയാലോ. ഇപ്പം മാങ്ങയുടെ കാലമാണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാണേ, ഒരു വെറൈറ്റി കറി. പരീക്ഷിച്ച് നോക്കാം. കൂട്ടാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 അണി ശർക്കര എടുത്ത് ഉരുകാൻ വെക്കാമേ. അതിനായിട്ട് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ശർക്കര അടുപ്പിട്ടുണ്ട്, തീ കത്തിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവേ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം, വേഗം ഉരുകി കിട്ടുവേ. ശർക്കര ഉരുകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മാങ്ങ ചെത്തി വൃത്തിയാക്കി എടുക്കാവേ. അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയണേ. നമുക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും വറുത്ത് പൊടിച്ചെടുത്തതാണിത്. നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് കൊടുക്കാം. നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഈ അളവിലാണ് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇത്ര വലിയ കഷ്ണമായിട്ട് നമുക്ക് പീസസ് ആയിട്ട് എടുക്കാം. നമുക്ക് ചട്ടി അടുപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് ഇച്ചിരി 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനകത്ത് വഴറ്റി വേവിച്ചെടുക്കാതെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വലിയ എരിവില്ലാത്ത മുളകാണ് വേണ്ടത്. ഞാനിപ്പോൾ എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ മിക്സ് ആക്കിയതാണ്. നമുക്ക് നന്നായിട്ട് ഇതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കാം, വഴറ്റിയെടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ പച്ചമണം, മുളകിൻ്റെ പച്ചമണം പോകുന്നോടം വരെ മൂപ്പിക്കാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നോക്കിയിട്ട് നമുക്കിട്ട് കൊടുക്കാവേ. നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനിയാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉലുവാപ്പൊടിയും കടുകും ഇട്ട് കൊടുക്കാവേ. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ശർക്കര മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പിന്നെയും തിന്നാൻ തോന്നുന്നു. എല്ലാവരും ആക്കി നോക്കണേ. സൂപ്പറാണേ. താങ്ക് യു.